ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന നമ്മുടെ ദീപ്തി ടീച്ചർ, അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ നെയിമാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നൊരു നല്ല അതിമനോഹരമായ ഒരു ഗ്രാമത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളും അവരുടെ വിശേഷങ്ങളും ഒക്കെ ഇടുന്ന ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിലെ ദീപ്തി ടീച്ചറിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ടീച്ചർ ശരിക്കും പറഞ്ഞ സീതത്തോടിൻ്റെ ഒരു രാജകുമാരി എന്നൊക്കെ വേണേൽ പറയാം. ഇങ്ങനെ പറയാനൊരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആദിവാസി കുഞ്ഞുങ്ങളെ ഈ ടീച്ചർ ആഹാരത്തിന് വേണ്ടിയാണെങ്കിലും അതുപോലെ തന്നെ പഠിക്കാൻ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിന് അവർക്ക് വേണ്ട പുസ്തകങ്ങളും ബുക്കുകളും പേനകളും അങ്ങനെ അതുങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം, അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങളെയും അമ്മമാരെയും എല്ലാം സഹായിച്ചിട്ടുള്ള ഒരു ടീച്ചറാണ്. പിന്നെ ആ ടീച്ചറിൻ്റെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വ്ളോഗർ ആകുമ്പോൾ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും അങ്ങനെയും ആ ടീച്ചർ നേരിട്ടിട്ടുണ്ട്. ഒട്ടുമിക്ക കാര്യങ്ങളും ആ ടീച്ചർ ഞാനങ്ങനെ റിയാക്ട് ചെയ്തതായിട്ട് ഒന്നും കണ്ടിട്ടില്ല. ആ ടീച്ചറിന് അത്രയും സഹിക്കാൻ പറ്റാത്ത ഒരു വിഷമം ഉണ്ടായപ്പോഴാണ് ആ ടീച്ചർ പ്രതികരിച്ചത്. കാരണം നമ്മുടെ യൂട്യൂബ് ഈ ടീച്ചറിന് മാത്രമല്ല, ദീപ്തി ടീച്ചറിന് മാത്രമല്ല, വേറെ കുറേ ഫാമിലി വ്ളോഗേഴ്സിനെ വേട്ടയാടുന്ന, അതായത് നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭയങ്കരമായിട്ടും നമ്മളെ വേദനിപ്പിക്കുന്ന കമൻറ്റുകൾ ഇടുന്ന ഒരാളുണ്ടായിരുന്നു. അവരുടെ പേരാണ് റാണിയക്ക എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവരുടെ എല്ലാം വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് മോശമായിട്ട് എത്രത്തോളം മോശപ്പെടുത്താം, എത്രത്തോളം വേദനിപ്പിക്കാം, ആ തരത്തിലുള്ള കമൻറ്റുകളും കാര്യങ്ങളുമാണ് ഇട്ടുകൊണ്ടിരുന്നത്. പലവട്ടം ഇട്ടിട്ടും ഇവരാരാണ് എന്താണെന്നൊന്നും, കാരണം കമൻറ്റ് പല ഐഡിയയിലും കാര്യങ്ങളിലും കൂടി കമൻറ്റ് ഇടുമ്പോൾ ആരാ എന്താണെന്നൊന്നും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്നുള്ള വിചാരത്തിൽ പല മോശപ്പെട്ട കമൻറ്റുകളും പല വ്ളോഗേഴ്സിൻ്റെ, അതായത് യൂട്യൂബ് ചാനൽ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് മോശപ്പെട്ട കമൻറ്റുകളും കാര്യങ്ങളും ഇട്ടുകൊണ്ടിരുന്നു. നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ആ വ്യക്തിയാണ് നമ്മുടെ റാണിയക്ക. ഈ വ്യക്തിയാണ് ഇവരുടെ എല്ലാം കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് മോശപ്പെട്ട കമൻറ്റുകളും കാര്യങ്ങളും ഇട്ടുകൊണ്ടിരുന്നത്. ഇവരോർത്ത് ഒരിക്കലും ഇവർ പിടിക്കപ്പെടത്തില്ലെന്ന്. പക്ഷേ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇവരിങ്ങനെ ഇട്ടുകൊണ്ടുവരുന്നു, പക്ഷേ ഇവരെ തിരഞ്ഞ് പല ആൾക്കാരും നടപ്പുണ്ടെന്ന് ഇവരോർത്തു. ഇവരൊരിക്കലും പിടിക്കപ്പെടത്തില്ലെന്നുള്ള ഇത് ഇവരുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ദീപ്തി ടീച്ചറിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. ആ ദിവസം തന്നെ ദീപ്തി ടീച്ചറിന് ഒരുപാട് സന്തോഷം ഉള്ളൊരു കാര്യമാണ് നടന്നത്. കാരണം നമ്മുടെ വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന ഫാമിലി വ്ളോഗേഴ്സ് അവർ നേരിട്ട് തന്നെ അവരെവിടാണോ നിൽക്കുന്നത് അവിടെ തന്നെ പോയി അവരെ കണ്ടുപിടിക്കുക ചെയ്തു. പിന്നെ പക്ഷേ അത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ചിരി വരും. കാരണം ഇവർ ചെന്നിട്ട് 1 കിലോ അരിയാണ് ചോദിച്ചത്. ഇവരതിൻ്റെ മുന്നേ എല്ലാവരോടും ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയൊക്കെ പറഞ്ഞത് ഇവരുടെ ഹസ്ബൻഡാണെങ്കിൽ പട്ടാളക്കാരനാണ്, അങ്ങനെയൊക്കെയാണ്, വലിയ വീട്, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളാണ് പറഞ്ഞത്. അവർ ചെന്ന് കണ്ടപ്പോൾ അവർക്ക് അവരുടെ അവസ്ഥ കണ്ടിട്ട് സങ്കടം തോന്നി. കാരണം ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളുണ്ട്. അതിനോട് ഇവർ സംസാരിച്ചപ്പോൾ അമ്മമാർ ചെയ്യുന്ന തെറ്റിന് നമ്മൾ മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു പാവം പിടിച്ചൊരു പെൺകുട്ടിയാണെന്ന് അവർക്ക് മനസ്സിലായി. ഇവരൊരു കടയിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും മറ്റുള്ള ഫാമിലി വ്ളോഗേഴ്സിൻ്റെ അടിയിൽ പോയിട്ട് മോശപ്പെട്ട കമൻറ്റുകളും കാര്യങ്ങളുമാണ് ഇട്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ ദീപ്തി ടീച്ചറിൻ്റെ കമൻറ്റ് സെക്ഷൻ്റെ അടിയിൽ പോയിട്ട് ഒരു പെണ്ണും സഹിക്കാൻ പറ്റാത്തതും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും ഇവർ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു. അങ്ങനെയാണ് ദൈവത്തിൻ്റെ സഹായം എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു ടൈമിലാണ് ദീപ്തി ടീച്ചർ എങ്ങനെയോ ഇവരൊരു വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ അറിയാതെ ഇവർ ഫേസ് കാണിക്കാതാണ് വീഡിയോ ഒക്കെ ഇവരുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയത്. അപ്പോൾ ഒരു വട്ടം കണ്ട് ഒരു ഉത്സവത്തിന് പോയി വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ അറിയാതെ ക്യാമറ ഇവരുടെ ഇതിലോട്ട്, അതായത് ഫ്രണ്ട് സൈഡിലോട്ട് എടുത്ത് ഇവരുടെ ഫേസ് കണ്ട്, അങ്ങനെയാണ് ദീപ്തി ടീച്ചർ ഇതുപോലെ ഇവരാണ് ഇങ്ങനെയൊക്കെ കള്ളത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്, കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് മോശം ഇത് പറയുന്നതെന്ന് മനസ്സിലാക്കി ഇവരുടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും
ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് ഇതിനെതിരെ റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്ത. അങ്ങനെയാണ് നമ്മുടെ VR in ലവ് അവരുടെ കമൻറ്റ് സെക്ഷനിലും പോയി മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് ഒരു പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കമൻറ്റാണ്. സാധാരണ ഇപ്പോൾ ഒരാൾ പറയുന്ന പോലുള്ള കമൻറ്റും കാര്യങ്ങളും ഒന്നും അല്ല അവിടെ പോയി പറയുന്നത്. അപ്പോൾ അവർ നേരിട്ട് പോയി ഇവരെ റാണിയക്കായെ കാണുകയും എന്നിട്ട് അവർ പോയി 1 കിലോ അരി എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവരൊരു വ്ളോഗറാണെന്നും ആരാണെന്നൊക്കെ ഇവർക്കറിയാമല്ലോ. ഇവർ പെട്ടെന്ന് ഇതൊരു യൂട്യൂബർ അല്ലേ എന്ന് ചോദിക്കുന്നത്. എന്നിട്ട് അവർ 1 കിലോ അരി എന്നാൽ തന്നെ കളിയാക്കുക അല്ലെ തന്നെ മനസ്സിലാക്കി എന്നുള്ള ബോധം പോലും ഇല്ലാതെ ഇവർ ഓടിപ്പോയി ഒരു കൂസലും ഇല്ലാതെ അരി എടുക്കാൻ പോയി. അപ്പം എന്നിട്ട് ലാസ്റ്റിൽ അവരതിനെപ്പറ്റി പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ കമൻറ്റ് ആർക്ക് വേണമെങ്കിലും ഇടാം. പക്ഷേ ഇന്ന് നമ്മുടെ പോലീസും എല്ലാം നമുക്ക് കോടതി എല്ലാം കാരണം മോശപ്പെട്ട ആരെന്തോ പറഞ്ഞാലും അവരെ കണ്ടുപിടിക്കാനും ഉള്ള ഇന്നെല്ലാ സാങ്കേതിക വിദ്യയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ചിന്തിക്കണം, ഈ കമൻറ്റൊക്കെ ഇടുമ്പോൾ ഒരു പെൺകുട്ടിയെ എത്രയും വേദനിപ്പിക്കുക അമ്മാതിരി രീതിയിലുള്ള ഇത് കൊടുക്കുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കണം. ഇത് കണ്ടുപിടിക്കാൻ ഇന്ന് എല്ലാ രീതിയിലുള്ള മാർഗ്ഗം ഉണ്ടെന്ന് ഇവർ തന്നെ ചിന്തിക്കണമായിരുന്നു. ദീപ്തി ടീച്ചറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അവരുടെ ജീവിതത്തിൽ ആദ്യം പറ്റിപ്പോയത് അതാരും വിളിച്ചു വരുത്തിയതല്ല. ദീപ്തി ടീച്ചർ അറിഞ്ഞുകൊണ്ടും ചെന്ന് ചാടിയതുമല്ല. ഇപ്പോൾ ഒരു ജീവിതം തുടങ്ങിക്കഴിയുമ്പോഴേ ആ ജീവിതത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ആണെന്നും കാര്യങ്ങളും അവരവരുടെ സ്വഭാവവും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം മറ്റുള്ളവർ പറയും അവൻ കൊള്ളായിരുന്നു അല്ലെ അവൾ കൊള്ളായിരുന്നു എന്ന് പറയുമ്പോൾ പക്ഷെ മറ്റുള്ളവർക്ക് അത് എളുപ്പമാണ് പറയാൻ. പക്ഷെ അവർ പുറമേ കാണുന്നുള്ളൂ. പക്ഷെ അകമേ എന്തൊക്കെ അവർ അനുഭവിക്കുന്നെന്നുള്ള അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്നിട്ട് അപ്പോൾ ആ ടീച്ചർ കുറേ പേരെ സഹായിക്കുന്നു. അപ്പം പല യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് അവർ വേറൊരു രീതിയിൽ പോകുന്നെന്നാണോ അതിൻ്റെ അർത്ഥം? അപ്പോൾ അങ്ങനെ അത്രയും മോശപ്പെട്ട കമൻറ്റും കാര്യങ്ങളുമായിരുന്നു ആ സ്ത്രീ പറഞ്ഞത്. പക്ഷേ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഈ നിമിഷത്തിൽ. കാരണം അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചല്ലോ, എല്ലാവരെയും മുന്നിൽ കൊണ്ടുവന്നതിന് തന്നെ